Dear students, today we will start with alternating series. That is alternating series part 1. നമ്മൾ ആദ്യം സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ കൺവേർജൻസ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇതിൽ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺവേർജൻസ് പറഞ്ഞു. അവിടെയെല്ലാം ടെസ്റ്റ് ഓഫ് കൺവേർജൻസിലെല്ലാം നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓൺലി പോസിറ്റീവ് ടേംസ് മാത്രമേ എടുത്തുള്ളൂ. സീരീസിൻ്റെ എല്ലാ ടേമും എല്ലാ യു എന്നുകളും പോസിറ്റീവാണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ടേംസാണ് എടുക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഡെഫിനിഷൻ. ആൾട്ടർനേറ്റിംഗ് സീരീസ് a series in which the terms are alternatively positive and negative are called an alternating series. അതാണ് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ടേംസ് ഉള്ളതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റിലുള്ളത് നമ്മൾ മഞ്ജുഷ പബ്ലിക്കേഷൻ്റെ ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്നുള്ള ടെസ്റ്റിലെ പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് ആൻഡൻ്റെയും ക്രൈസിക്കിൻ്റെയും ടെസ്റ്റ് വെച്ച് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റാണിത്. ഡോക്ടർ ബിജുമോൻ RN, പ്രൊഫസർ ജഗന്നാഥ് MP. ആൻഡൻ്റെയും ക്രൈസിക്കിൻ്റെയും ടെസ്റ്റ് മേടിക്കാൻ സാധിക്കാത്തവർ ഈ ടെസ്റ്റ് മേടിച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ 1. ഇത് ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഇത് ഒരു ഓൾട്ടർനേറ്റിംഗ്. ഇത് 1 - 1/2 + 1/4 - 1/8 ആൻഡ് സോ ഓൺ. -1 + n + 1 divided by 1/2 n + 1. ഇതാണ്. ഇപ്പം നമ്മളിവിടെ ഈ എന്നിന് ഇപ്പം 1 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പം എന്താവും? n + 1 2 ആവും. n + 1 2 ആവും. അപ്പം പോസിറ്റീവായി. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇതെന്താവും? ഈ എന്നിന് 1 കൊടുത്തത് 1/2² 4 ആയി. 1/4. അതാണ് ഈ ടേം. ഇനി എന്നിന് 3 കൊടുത്താലോ? എന്നിന് 2 കൊടുത്താൽ എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? 1/2³ അതാണ് 1/8. ഇതെന്താ സൈൻ എന്തായിരിക്കും? എന്നിന് 2 കൊടുത്താൽ 2 + 1 3 -1³ ദാറ്റ് ഈസ് മൈനസ്. അതാണ്. ഓക്കെ, ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. -1 + 2 - 3 + 4 -1 n n = 1 ആകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ടേം മൈനസ് ആവും. n = 2 കൊടുക്കുമ്പോൾ എന്താവും? -1² ദാറ്റ് ഈസ് പ്ലസ് ഇൻറ്റു n = 2 +2 ആൻഡ് സോ ഓൺ. ഓക്കെ, ദെൻ അടുത്തത് ഇതാണ്. നമ്മൾ അടുത്തത് എന്താ ശരിയും? 1 - ½ + 1/3 -1/4 സോ ഓൺ -1 n + 1 divided by n. ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. ഹാർമോണിക് സീരീസ് ഇതുണ്ട്. ഇതെല്ലാം പ്ലസ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഹാർമോണിക് സീരീസ് എന്ന് പറയാം. ഇതിനെയാണ് ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ആണെങ്കിൽ ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹാർമോണിക് സീരീസ് എന്നാ പറയാം. ഓക്കെ, നൊട്ടേഷൻ. ആൻ ഓൾട്ടർനേറ്റിംഗ് series may be written as n = 1 up to infinity -1 n + 1 an, where each an is positive and the first term is positive. ആദ്യത്തെ ടേം പോസിറ്റീവ് ആകണമെങ്കിൽ ഇങ്ങനെ എഴുതണം. anകളെല്ലാം പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ -1 n + 1 എന്ന് എഴുതണം. ഇതുണ്ടോ? ഇതിന്റെ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് -1 n + 1 എന്ന് എഴുതിയത്. എന്നിന് 1 കൊടുത്താൽ 1 + 1 2 -1² ദാറ്റ് ഈസ് പ്ലസ്. ഇനി ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണല്ലോ. ഈസ് ദ ഫസ്റ്റ് ടേം ഇൻ ദ സീരീസ് ഈസ് നെഗറ്റീവ്, ദെൻ വി റൈറ്റ് ദ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഈസ് ഇക്വൽ ടു n = 1 up to infinity -1 n an. അതാണ്. ഇത് നോക്ക് നിങ്ങൾ. ഇത് -1 an ആണ്. -1 n an = n ആണ്. അപ്പൊ ഇതിനെന്താ? എന്നിന് -1 n എഴുതിയാൽ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആയിരിക്കും. -1 n + 1 എഴുതിയാൽ ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ -1 n ഉം ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ -1 n + 1 ഉം എഴുതണം. പിന്നെ an എപ്പോഴും പോസിറ്റീവ് ആണ്. ഇവിടെ an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ an എന്ന് പറഞ്ഞാൽ n ആണ്. ഇവിടെ an എന്ന് പറഞ്ഞാൽ 1/n ആണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് തിയറം 1, ലീബ്നിറ്റ്സ് ടെസ്റ്റ് ഓർ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ഇതാണ് നമ്മുടെ ലീബ്നിറ്റ്സ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം. ലീബ്നിറ്റ്സ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ, കാൽക്കുലസ് കണ്ടുപിടിച്ച ആളാണ് ലീബ്നിറ്റ്സ്. ന്യൂട്ടനും അതേസമയം തന്നെ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഒരു കാൽക്കുലസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീബ്നിറ്റ്സ് എന്നും പറയും, സർ ഐസക് ന്യൂട്ടൺ എന്നും പറയും. അപ്പം ലീബ്നിറ്റ്സിന് നമ്മൾ കാൽക്കുലസിൽ കുറേ തിയറംസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ലീബ്നിറ്റ്സ് ടെസ്റ്റ് അനുസരിച്ച് ഒരു സീരീസ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള കണ്ടീഷൻ. ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള സീരീസാണ്. ഫസ്റ്റ് ടേം പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് സിഗ്മ n = 1 up to infinity -1 to the power of n+1 ആണ് ഇൻറ്റു an പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ഇനി ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണെങ്കിൽ സീരീസിന്റെ ഫോം എന്തായിരിക്കും? n = 1 up to infinity -1 to the power of an എപ്പോഴും പോസിറ്റീവാണ്. ഈ രണ്ട് സീരീസും ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള കണ്ടീഷൻ കൺവേർജസ് ഇഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീബ്നിറ്റ്സ് തിയറം അനുസരിച്ച് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ ആണ്. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? എന്താ? a1 > or = a2 > or a3 > ak > ak+1 എന്ന് പറഞ്ഞാൽ a1-നേക്കാൾ ചെറുതായിരിക്കും a2, അതിൽ ചെറുതായിരിക്കും a3 ആൻഡ് സോ ഓൺ. ഇത് മൊണോട്ടോണിക്കലി ഡിഗ്രീസിംഗ് ആണ്. ചെറുതായി 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 വരുന്നത്. ഏറ്റവും വലുത് a1 ആയിരിക്കണം, അത് കഴിഞ്ഞാൽ a2 ആയിരിക്കണം. അതാണ് ഇതിന് നമ്മൾ ഡിഗ്രീസിംഗ് സീക്വൻസ്, ഡിഗ്രീസിംഗ് എന്ന് പറയും. a1 a2 ak മൊണോട്ടോണിക്കലി ഡിഗ്രീസിംഗ്, ഗ്രാജുവലായിട്ട് ഡിഗ്രീസ് ചെയ്യുവാണ്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ലിമിറ്റ് an = 0. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് un 0 ആകണമെന്ന് സീക്വൻസ് സീരീസ് കൺവേർജ് ചെയ്യാനുള്ള നെസസറി കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആകാനുള്ള രണ്ട് കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങളോടൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് തന്നിട്ട് അത് കൺവേർജൻ്റ് ആണോ ഇല്ല ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്ത് നോക്കണം. ഇത് രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ സീരീസ് കൺവേർജൻ്റ് സീരീസ് ആയിരിക്കും. നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ എക്സാമ്പിൾ 2 എക്സാമിൻ്റെ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/1 p - 1/2 p + 1/3 p p > 0. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. എന്താ? ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയതുകൊണ്ട് സിഗ്മ -1 to the power of n+1 an. an എന്ന് പറഞ്ഞാൽ 1 p 1/1 p 1/2 p. an എന്ന് പറഞ്ഞാൽ 1/n p ആണ് an. അതാണ്. ഇനി നമ്മൾ ഇത് മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഏറ്റവും വലുത് a1 ആയിരിക്കണം, അത് കഴിഞ്ഞ് a2 ആയിരിക്കണം, അത് കഴിഞ്ഞ് a3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൊണോട്ടോണിക്കൽ ഡിഗ്രീസിംഗ് ആയിരിക്കും. അതിന് നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് an+1/an എടുക്കുക. an+1 എന്ന് പറഞ്ഞാൽ എന്താ? an+1 എന്ന് ഇതാ an+1 എന്തായിരിക്കും? an+1 = 1 / n+1p ആണ്. an ഇതാണ്. അപ്പോൾ an+1/an എന്തായിരിക്കും? ഇതിനെ 1/n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/n മുകളിൽ പോവും. അപ്പം 1/n⁻p കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് an. ഇതാണ് ഇതാണ് an 1/n⁻p. ഇതോ an+1 1/n+1p. അതിനപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് മുകളിൽ പോകും. അപ്പം n⁻p. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതാ an+1/an എന്ന് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ഇത് കിട്ടും. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? n/n+1p എന്ന് വേണമെങ്കിൽ എഴുതാം. p എന്ന് എഴുതാം. മുകളിലും താഴെ ഇതിൻ്റെ മുകളിലും താഴെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 1/1 + 1/n p. 1/p എന്താ? 1 തന്നെ. പിന്നെ എന്താ? 1 + ഇതാ ഇത് പിന്നെ 1 + 1/n⁻p. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/1 + n⁻p. ഓക്കെ. ദെൻ ഇതിൻ്റെ ആയിരിക്കും വാല്യൂ. ഇതിൻ്റെ വാല്യൂ ഇതാ ഇതിൽ ഇത് p പോസിറ്റീവ് ആയതുകൊണ്ട്, ഈ p പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് 1-ൽ കൂടുതലായിരിക്കും.
ഇത് 1ൽ കൂടുതൽ, ഈ ക്വാണ്ടിറ്റി 1ൽ കൂടുതലായിരിക്കും. അപ്പം 1 ഡിവൈഡ് ബൈ 1ൽ കൂടുതലൊരു ക്വാണ്ടിറ്റി, അപ്പം എന്തായിരിക്കും? ഇത് <1 ആയിരിക്കും. ഇതാണ് വലുത്. അപ്പം ഇതെന്തായിരിക്കും? ഈ ക്വാണ്ടിറ്റി ഡിനോമിനേറ്റർ ആണ് വലുത്. അതുകൊണ്ട് എന്തായിരിക്കും? ദിസ് ഈസ് <1. an plus 1 <1. an plus 1 ഡിവൈഡ് ബൈ an. an <1 എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ an plus 1 <an. അതാണ്. അപ്പൊ ഏറ്റവും വലുത് an-നേക്കാൾ ചെറുതാണ് an plus 1. അതാണ്, an-നേക്കാൾ ചെറുതാണ് an plus 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും വലുതായിരിക്കും n = 1 കൊടുക്കുക. n = 1 കൊടുക്കുമ്പോഴായിരിക്കും ഏറ്റവും വലുത് കിട്ടുക. അപ്പൊ a1 ആയിരിക്കും ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ n = 2 കൊടുത്താൽ a2, a3 ഇങ്ങനെ കിട്ടും. അത് മൊണോട്ടോണിക്കൽ ഡിക്രീസിംഗ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ, ലീബിനിറ്റ്സ് തിയറത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണെന്ന് പറയണം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, a1 ആണ് ഏറ്റവും വലുത്. ഇതാണ്. അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെ ചെയ്തത്? ഇതാണ്, an/an plus 1 <1 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ an plus 1 <an. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അത് കാര്യമില്ല. ഗ്രേറ്റർ ദാൻ സ്ട്രിക്ട്ലി ലെസ് ആണ്. ഓക്കെ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? ലിമിറ്റ് an 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് an 0 ആയിരിക്കണം. ഇതിന്റെ ലിമിറ്റ് നോക്കാം. p > 0 തോന്നുന്നുണ്ട്. ലിമിറ്റ് an എന്ന് പറഞ്ഞാൽ എന്താണ്? an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 1/n⁴ ആണ്. അപ്പൊ 1/n⁴ ആണ്. അപ്പൊ ലിമിറ്റ് n → ∞ 1/n⁴ എന്തായിരിക്കും? n → ∞ ആകുമ്പോൾ 1/∞ that is equal to 0. അതാണ്. അപ്പൊ അപ്പൊ എന്താണ്? സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത്? ഹെൻസ് all the conditions of Leibniz test are satisfied. Hence the given series is convergent. Okay. In our particular cases. Next, particular cases. With p = 1, the alternating harmonic series. p = 1 ആകും alternating harmonic series ആവും. 1 - ½ plus 1/3 minus 1/4. ഇത് കൺവേർജന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. ഇത് പ്ലസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു, ഇത് പ്ലസ് ആണ്, എല്ലാം പ്ലസ് ആണെങ്കിൽ ഇത് ഡൈവേർജന്റ് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് ഡൈവേർജന്റ് ആണ് p = 1. പക്ഷേ p > 1 കൺവേർജന്റ് ആണ്, p < or = 1 ഡൈവേർജന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ? ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എപ്പോഴും കൺവേർജന്റ് ആണ്. തന്നിരിക്കുന്നതിൽ p = 1 എന്ന് കൊടുത്താൽ മതി. ഇതാണ് സീരീസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ്. ഇതാണ് ഹാർമോണിക് സീരീസ്. ഇവിടെ p = 1 കൊടുത്താൽ ഇതെന്താ? ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആവും. അത് കൺവേർജന്റ് ആണ്. ഇനി pക്ക് ഏത് 0ൽ മുകളിൽ ഏത് വാല്യൂ കൊടുത്താൽ ഇത് കൺവേർജന്റ് ആയിരിക്കും. അത് നമ്മൾ തെളിയിച്ചു. ഇത് ലീബ്നിറ്റ്സ് p > 0 ഇത് ലീബ്നിറ്റ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ pക്ക് 1.5 കൊടുത്താലും ഇത് കൺവേർജന്റ് ആണ്. 0ൽ മുകളിൽ ഏത് വാല്യൂ കൊടുത്താലും ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജന്റ് ആണ്. പക്ഷെ p = 1 ഇതിന് ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും. p > 1 ഏത് ഹാർമോണിക് സീരീസും ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ. നമ്മളിനി p = 1 എടുത്ത് നമ്മൾ പഠിച്ചു. ഇനി p = ½ എന്തായിരിക്കും? p = ½ എന്ന് പറഞ്ഞാൽ n⁻⁴ ദാറ്റ് ഈസ് √10. അപ്പൊ 1/1 minus 1/√2 plus 1/√4 minus 1/√8. ഇത് എന്താ? p = ½ ആണ്, > 0 ആണ്. അതുകൊണ്ട് ഇതും കൺവേർജന്റ് ആണ്. ഓർത്തിരിക്കണം, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. അത് കൺവേർജന്റ് ആണ്. ദെൻ നെക്സ്റ്റ് p = 5/2. p = 5/2 നോക്കാം. അപ്പൊ n⁻⁴/2 that is equal to n⁻⁴/2 into n⁻⁴/2. n⁻⁴/2 എന്ന് പറഞ്ഞാൽ എന്താ? n² into n⁻½ that is equal to n² എന്ന് n⁻½ എന്ന് വെച്ചാൽ √10. n² into √10 ആണ്. അപ്പൊ 1 - 2² into √2 plus 1/3² into √3
മൈനസ് 1/4² ഇൻറ്റു √4 ഇതെന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ലീബിനിസ്. അപ്പോൾ നമുക്കെന്താ ഓൾട്ടർനേറ്റിംഗ് സീരീസ് 1/n⁻p മൈനസ് 1⁻n+1 ഇതാ ഏത് ഇത് കൊടുത്താലും അത് നമ്മൾ ഓർമ്മയാണ്, ഏത് വാല്യൂ കൊടുത്താലും ഈ സീരീസ് എന്തായിരിക്കും? പിക്ക് >0 കൊടുത്താൽ ഈ സീരീസ് എപ്പോഴും കൺവേർജന്റ് ആണ്. ഇതാണ് കൺവേർജന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ദ എക്സാമ്പിൾ 3. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/x minus 1/x+a plus 1/x+2a and so on. And x and a being positive quantities. അപ്പോൾ നമ്മൾ ഇതിൻ്റെ UN എടുക്കാം. UN എന്ന് പറഞ്ഞാൽ ഈ സൈൻ നോക്കാതെ UN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇപ്പം n=2 കൊടുത്തു നോക്കാം. x + 2 - 1 1a അതാണിത്. x=4 കൊടുത്താൽ എന്താ? x + 3a അതാണിത്. അപ്പോൾ ഇതാണ് UN. ദിസ് ഈസ് UN. ഇത് UN ആണ്. ഇനി a > 0യിൽ 0 ആണെങ്കിൽ എക്സിനേക്കാൾ വലുതായിരിക്കും x+a, അതിനേക്കാൾ വലുതായിരിക്കും x+2a, അതിനേക്കാൾ വലുതായിരിക്കും x+3a. ഇനി നമുക്ക് ആദ്യത്തെ ഒന്ന് എടുത്തു നോക്കാം. x ഇത് തന്നെ. ഇതിൻ്റെ രണ്ടിനെ ഇൻവേഴ്സ് എടുക്കാം. അപ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ 1/x+a ലെസ് ദാൻ 1/x എന്നാവും ഇൻവേഴ്സ് എടുക്കുമ്പോൾ. അപ്പോൾ 1/x+a വലുതാണ് 1/x. അപ്പോൾ 1/x ആണ് വലുത്, അതിനേക്കാൾ ചെറുതാണ് 1/x+a. ഇനി ഇവിടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതൊന്ന് എടുത്തു നോക്കാം. ഇതെങ്ങനെ എഴുതുക? 1/x+a ലെസ് ദാൻ x+2a ആണ്. അപ്പം ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ? രണ്ടും ഇങ്ങോട്ട് വരും, ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പം എന്താ? 1/x+2a ഇവിടെ 1/x+a ആവും. ഇതിങ്ങനെ തന്നെ നിൽക്കും, കണ്ടോ? അപ്പൊ ഇതാണ് 1/x+a ആണ് വലുത്, അതിനേക്കാൾ ചെറുതാണ് 1/x+2a. കണ്ടോ? 1/x+2a. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും വലുത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ ഇതായിരിക്കും വലുത്, അത് കഴിഞ്ഞാൽ ഇതായിരിക്കും വലുത്, അത് കഴിഞ്ഞാൽ ഇതായിരിക്കും വലുത്. അപ്പം എന്താ? ഇതിന്റെ ഇതാണ് എന്ത് ടേമാണ് ഇത്? ഓൾട്ടർനേറ്റീവ് മോണോട്ടോണിക്കലി ഡിഗ്രീസിങ് സീക്വൻസ് ആണ് ഇതിന്റെ. UN എന്താ? മോണോട്ടോണിക്കലി ഡിഗ്രീസിങ് ആണ്. ഇത് മോണോട്ടോണിക്കലി ഇതെല്ലാം മോണോട്ടോണിക്കലി ഡിഗ്രീസിങ് ആണ്. ലീബിനിസ് തിയറത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ തിയറം ഈ സീരീസ് ലീബിനിസ് തിയറത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത് കണ്ടോ? ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? ലിമിറ്റ് UN നോക്കണം. ലിമിറ്റ് UN എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് UN എന്ന് പറഞ്ഞാൽ ഇതാണ് UN, ലിമിറ്റ് UN. അപ്പൊ ഇതെന്താ? x + n+1a എന്താവും? n ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. അപ്പൊ 1/∞ എന്തായാലും 0. അപ്പൊ ലിമിറ്റ് UN എന്തായിരിക്കും? ലിമിറ്റ് UN 0യും u1 ഗ്രേറ്റർ ദാൻ u2 ഗ്രേറ്റർ ദാൻ u3 മോണോട്ടോണിക്കലി ഡിഗ്രീസിംഗുമാണ്. അതുകൊണ്ട് ഈ സീരീസ് എന്തായിരിക്കും? സിഗ്മ -1/n+1 UN എന്ന് പറയുന്ന സീരീസ് എന്താണ്? ഈ സീരീസ് കൺവേർജന്റ് ആണ്. അതുകൊണ്ട് ഈ സീരീസ് കൺവേർജന്റ് ആണ്. അതാണ് UN. ഓക്കെ, കൺവേർജന്റ് സീരീസ് ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ ലീബിനിറ്റ്സ് ടെസ്റ്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെയെല്ലാം നമ്മൾ ലീബിനിറ്റ്സ് ടെസ്റ്റ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സീരീസ് കൺവേർജ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഈ സീരീസ് കൺവേർജ് ചെയ്യാനായിട്ട് ആദ്യം 1/x 1/x+a 1/x+2a എന്ന് പറയുന്നത് മോണോട്ടോണിക്കലി ഡിഗ്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലിമിറ്റ് 1/n+1
എക്സ് പ്ലസ് ഇത് 1a എക്സ് പ്ലസ് ഇവിടെ n-1a സീറോയുമാണെന്ന് തെളിയിക്കണം. സീറോയുമാണെന്ന് തെളിയിച്ചു. അതുകൊണ്ട് എന്താ, ഈ സീരീസ് കൺവേർജന്റ് സീരീസ് ആണ്. നെക്സ്റ്റ് ഇതൊന്ന് നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താവും, ഈ ബി താഴേക്ക് വരും, ഈ എ ഇങ്ങോട്ട് പോകും. അപ്പം എന്താണ്, 1/b ആയിരിക്കും. 1/b ആയിരിക്കും വലുത്. 1/b ആയിരിക്കും വലുത് 1/a. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതാണ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ. ഓക്കെ. എക്സാമ്പിൾ 4, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ്. ഇപ്പൊ ഇവിടെ u1 എന്ന u2 n=2 ആണ്. അപ്പൊ u2 എന്താ, 1/log2, u3 1/log3, u4 1/log4. ഇവിടെ എന്താണ്, 1/log2 log2ഉം log3 കൂടെ നോക്കുമ്പോൾ log3 ആണ് വലുത്. അതുകൊണ്ട് എന്താണ്, 1/log2 ഇതാണ് log2. 1/log2 ആണ് log2വിനേക്കാൾ വലുതാ log3 ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/log2 ആയിരിക്കും വലുത്. 1/log2വിനേക്കാൾ വലുത് 1/log2 ആണ് 1/log3 വലുത്. 1/log3 വലുതാണ് 1/log4. അപ്പൊ u2 ഗ്രേറ്റർ ദാൻ u3 ഗ്രേറ്റർ ദാൻ u4. അതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതനുസരിച്ചാണ് നമ്മളത് പറയുന്നത്. ഈ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച്. ഓക്കെ, ഇതനുസരിച്ച്. അപ്പോൾ ഇവിടെ u2 ആയിരിക്കും ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് u3, അത് കഴിഞ്ഞ് u4. അപ്പൊ ഇത് മൊണോട്ട്. അപ്പൊ un എന്തായിരിക്കും, un = 1/log ആണ്. അപ്പൊ un-നേക്കാൾ ചെറുതാണ് un+1. അപ്പൊ മൊണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്. അപ്പൊ ഇവിടെ ലീബനിറ്റ്സ് തിയറത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ, ലിമിറ്റ് un. ലിമിറ്റ് u എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n → ∞ 1/log ആണ്. 1/log വാല്യൂ എന്തായിരിക്കും, ഇൻഫിനിറ്റി ആവും. n → ∞ log വാല്യൂ ഇൻഫിനിറ്റി. അപ്പോൾ 1/∞ 0. അപ്പൊ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ സീരീസ് എന്താണ്, ദിസ് സീരീസ് കൺവേർജസ്. ഈ സീരീസ് കൺവേർജസ് ആണ്. ഓക്കെ. ദെൻ ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ്. എക്സാമ്പിൾ 5, 2/1² plus 3/3² plus 4/5² and so on. അപ്പൊ un എന്താ, u1 2/1² ആണ്. u2 ഒന്നുകൂടെ 3/3². u3 4/5². ഇത് 3 ആണെങ്കിൽ ഇത് 4, ഇത് 5 അങ്ങനെയാണ്. u4 ആണെങ്കിൽ 4 ആണെങ്കിൽ ഇത് 4 ആണ്. ഇത് നാലാമത്തെ ടൈം ആണെങ്കിൽ ഇത് 5 ആണ്. 5. ഓക്കെ. ഇത് സോറി, ഇത് ഇവിടെ 5². ഇത് 1², ഇത് 3², ഇത് 5², ഇത് 7² ആണ്. ഇതാണ്. ഓക്കെ. നമുക്ക് അപ്പൊ ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ u1 ആണ് ഏറ്റവും വലുത്. നോക്കി ചെക്ക് ചെയ്ത് നോക്കി അറിയാം. അതിനേക്കാൾ ചെറുതാണ് u2, അതിനേക്കാൾ ചെറുതാണ് u3. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോരാ. അപ്പൊ ഇവിടെ നമുക്ക് u1 ഗ്രേറ്റർ ദാൻ u2 ഗ്രേറ്റർ ദാൻ u3 എന്നൊക്കെ കിട്ടി. അപ്പോൾ un എന്ന് പറയുന്നത് എന്താണ്, un എന്ന് പറയുന്നത് ഇതാണ് u4. u4 എന്ന് പറയുന്നത് എന്താണ്, n+1. 4ന്റെ സ്ഥാനത്ത് എന്താ, 5. 4ന്റെ സ്ഥാനത്ത് 5. അപ്പം un = n+1 ഡിവൈഡഡ് ബൈ ഇവിടെ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ 2 × 4 - 1 ആണ്. അപ്പൊ 2n-1² ആണ്. അതാണ് un = n+1. 4 ആകുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 × 4 - 1². 2 × 4 എന്നത് 8 - 1 7² അപ്പൊ un = this ആണ്. un = this. അപ്പൊ un+1 എന്തായിരിക്കും, un+1 എന്തായിരിക്കും, ഇതിനകത്ത് എല്ലാം n+1 കൊടുക്കുക. അപ്പൊ n+1+1 അപ്പൊ n+2 ഡിവൈഡഡ് ബൈ 2n+1 -1². ഈ 2n+1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2n+2 ആവും. 2n+2 -1 എന്താവും, 2n+1 2n+1 ആവും. ഇത് 2n+2 -1 അപ്പൊ 2n+1 എന്നാവും. 2n+1 അതാണ് ഇതാണ്ടോ. അപ്പൊ un+1 എന്താണ്, un+1 n+2 ഡിവൈഡഡ് ബൈ 2n+1. un എന്ന് പറയുന്നത് n+1 ഡിവൈഡ് ബൈ 2n - 1.
ഇതായിരിക്കും വലുത് ഇതിനേക്കാൾ ഇതിനേക്കാൾ വലുത് ഇതായിരിക്കും. അത് നിങ്ങൾ ഓർമ്മ വേണം. n+1/2n-1 സ്ക്വയർ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ വലുതായിരിക്കും, ഇതിനേക്കാൾ വളരെ വലുതായിരിക്കും. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഇത് കണ്ടോ, ഇത് 2n+1 സ്ക്വയർ ആണ്, ഇത് 2n-1 സ്ക്വയർ ആണ്. അപ്പൊ ഇത് വളരെ വലുതാണ്. ഈ താഴെ ഈ ഡിനോമിനേറ്ററേക്കാൾ വളരെ വലുതാണ് ഇത്. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇതായിരിക്കും വലുത്. അത് നിങ്ങൾ ഓർമ്മ വേണം. അപ്പൊ എന്താ ഇവിടെയെല്ലാം നമുക്ക് എന്താ un+1 ഗ്രേറ്റർ ദാൻ un+1 ആണ്. un ഗ്രേറ്റർ ദാൻ un+1 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. un ഗ്രേറ്റർ ദാൻ un+1. ഇവിടെ un ഗ്രേറ്റർ ദാൻ un+1. ഇനി ലിമിറ്റ് un നോക്കാം. ലിമിറ്റ് un ഇതിന്റെ ലിമിറ്റ് നോക്കുക. ലിമിറ്റ് un എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇതിന്റെ അകത്ത് നിന്ന് n പുറത്തെടുക്കുക. n പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്താ 1+1/n ഉണ്ട്. അത് മാറിപ്പോരുത്. ഇവിടെ n × 1+1/n. ഇതിന്റെ അകത്ത് നിന്നും n² പുറത്തെടുക്കാം. n പുറത്തെടുക്കുമ്പോൾ n² ആകും. ഇതെന്തായി ഇങ്ങനെയായി. അതാണ് വരിക. n പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതാ വരിക. ഓക്കെ. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു n-ഉം ഈ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടും? 1/n. പിന്നെ എന്ത് വരും? പിന്നെ ഇവിടെ n ഇല്ല, ഇവിടെ 1 ആണ്. ഇവിടെ 1 ആണ്. ഡിവൈഡ് ബൈ ഇവിടെ സ്ക്വയർ ആയിരിക്കും. അത് നോക്കണം. അത് ഞാൻ ചെയ്തത് അവിടെ എഴുതിയത് മാറിപ്പോയതാണ്. അപ്പോൾ n ടെൻസ് ടു ഇത് 1/n. n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇത് 0 ആയിപ്പോയി. ഇത് 0 ആയിപ്പോയി. പിന്നെ പോയിട്ട് 1 ആണ്. 1 ഇവിടെ. ഇത് 0 ആയിപ്പോയി. പിന്നെ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4. ഈ n ഉണ്ട്. n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ 1/∞ എന്താ? 0. 0 × 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റ് എടുത്താൽ എന്താവും? ഇത് ലിമിറ്റ് എടുത്താൽ 0 ആയിരിക്കും. നിങ്ങൾ മാറിപ്പോയത്. ഒന്നും കൂടെ ഞാൻ അതിന്റെ ലിമിറ്റ് എടുക്കുന്ന പറയാം. ലിമിറ്റ് ഞാനിവിടെ എഴുതിയിൽ മാറിപ്പോയതാണ്. ലിമിറ്റ് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് n പുറത്തെടുക്കുമ്പോൾ n × 1+1/n ആയി. ഇതിൻ്റെ അകത്ത് n² പുറത്തെടുക്കുമ്പോൾ 2. ഇതിനകത്ത് n² പുറത്തെടുക്കുമ്പോൾ n പുറത്തുമ്പോൾ n² ആയി. പുറത്ത് വരുമ്പോൾ n². ബ്രാക്കറ്റിനുള്ളിൽ എന്താ? 2 - 1/n². ഇനി ഇത് പോയി. ഒരു n-ഉം പോയി, ഒരു സ്ക്വയറും പോയി. 1/n 2². അപ്പൊ 1/n 4. 1/n × 4 ആണ്. n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ 1/n എന്തായി? 1/n 0 ആയി. ദാറ്റ് ഈസ് ഈക്വൽ 0. ഹെൻസ് ബൈ ലീബ്നിറ്റ്സ് ടെസ്റ്റ് ദിസ് സീരീസ് കൺവേർജസ്. നെക്സ്റ്റ് എക്സാമ്പിൾ 6. Examine the convergence of the series x divided by 1 plus x minus x² divided by 1 plus x² plus x³ divided by 1 plus x³. 0 less than x less than 1. x പോസിറ്റീവ് ആണ്, ലെസ് താൻ 1 ആണ്. അത് ഓർമ്മ വേണം. x പോസിറ്റീവ് ആണ്, ലെസ് താൻ 1 ആണ്. അപ്പോൾ un എന്താ? un ഈക്വൽ ടു x³ by 1 plus x³ ആണ്. x³ divided by 1 plus x³. അപ്പോൾ un ഈക്വൽ ടു x⁴n divided by 1 plus x⁴n. un+1 ആവും. എൻ്റെ സ്ഥാനത്ത് n+1 ഇടണം. അപ്പോൾ ഇത് n+1 ആയി, ഇത് n+1 ആയി. അതാണിത്. ഇനി un ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് കുറയ്ക്കണം. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്ത് x⁴n പുറത്തെടുത്തു. പിന്നെ ഇവിടെ എന്താ? 1/x⁴n. ഇവിടെ ഒരു x ഉണ്ട്, അതുകൊണ്ട് x ഡിവൈഡ് ബൈ 1 plus x⁴n. ഇതിൻ്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ x⁴n ഇവിടെ തന്നെ എഴുതി. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 മൈനസ് ഈ 1 വരും, ഇവിടെ വരും, ഈ 1 ഇവിടെ വരും. 1 - 1 0 ആയിപ്പോയി. പിന്നെ ഇവിടെ x⁴n+1 ഉണ്ടാവും, x⁴n+1 ഉണ്ടാവും, ഇവിടെ x⁴n ഉണ്ടാവും. അതാണ് x⁴n ഉണ്ടാവും. ഓക്കെ. അത് നിങ്ങൾ x⁴n+1ഉം x⁴n ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടാവും? അതിൻ്റെ അകത്ത് ഒരു x⁴n, അതിൻ്റെ അകത്ത് x⁴n പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് x⁴n പുറത്തെടുത്ത് x⁴2n ഉണ്ടാവും. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ. ഇതാണ് un - un+1. ഇതാണ് un - un+1. ഇത് 1 എക്സിൻ്റെ വാല്യൂ
സീറോയിൽ കൂടുതലായതുകൊണ്ട് വണ്ണിൽ താഴെയാണ് എക്സിൻ്റെ വാല്യൂ. അതുകൊണ്ട് 1 മൈനസ് എക്സ് എന്തായിരിക്കും? ഇത് പോസിറ്റീവായിരിക്കും, ഇത് പോസിറ്റീവായിരിക്കും. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് ഇതെല്ലാം പോസിറ്റീവാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഈ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുന്നത് ഇത് പോസിറ്റീവാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനാണ് ഇങ്ങനെ നമ്മൾ എടുത്തത് അവസാനം. എക്സ് ഇതിവിടെ 2 ആണ് കേട്ടോ. ഇത് ഓക്കെ, ഇത് പോസിറ്റീവാണെന്ന് ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ എന്താവും? UN മൈനസ് UN പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് എന്തായിരിക്കും? UN ആയിരിക്കും വലുത്. UN പ്ലസ് 1 ലെസ് ദാൻ UN ഫോർ ഓൾ n. അതുകൊണ്ട് ഈ സീരീസ് മൊണോട്ടോണിക്കലി ഡിഗ്രീസിങ് ആണ് സീക്വൻസ്. അത് ലീബൻസ് കണ്ടീഷൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി ലിമിറ്റ് UN എന്താ? ഇതാണ് ലിമിറ്റ് UN. ഇതിൻ്റെ UN എടുത്ത് നോക്കുക. ലിമിറ്റ് UN എക്സിൻ്റെ വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ 1ൽ താഴെ ആയതുകൊണ്ട് 1ൽ താഴെയുള്ള ഒരു സംഖ്യയുടെ nth പവർ എടുത്താൽ n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ്. അപ്പോൾ എന്തുണ്ടാവും? ഇത് 0 ആവും, ഇതും 0 ആവും, ഇതും 0 ആവും. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അതിൻ്റെ nth പവർ എടുക്കുക. ഒന്നിൽ താഴെയുള്ളൊരു സംഖ്യയുടെ nth പവർ എടുത്തു കഴിഞ്ഞാൽ അത് n ലാർജ് ആകുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ ഇതും 0, ഇതും 0. അപ്പം 0 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് 0. അതുകൊണ്ട് എന്താ? 0. ലീബനിറ്റ്സ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാണ്. അതുകൊണ്ട് ലീബനിറ്റ്സ് കണ്ടീഷൻ അനുസരിച്ച് എന്താവും? ഈ സീരീസ് കൺവേർജൻറ്റ് സീരീസ് ആണ്. ഓക്കെ, താങ്ക് യു.